കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ടൂറിസം വികസനം ലക്ഷ്യമാക്കി പാലക്കയം തട്ട്, പൈതൽമല, കാഞ്ഞിരക്കൊല്ലി, കാപ്പിമല എന്നീ ടൂറിസം കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ചുള്ള ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പൈതൽമല, പാലക്കയം തട്ട്, കാഞ്ഞിരക്കൊല്ലി, കാപ്പിമല, കാലാങ്കി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്താൻ കർമ്മ പദ്ധതികളാണ് ആദ്യഘട്ടമെന്ന നിലയിൽ നടത്തുക. ഇതിന്റെ ഭാഗമായി സജീവ് ജോസഫ് എം.എൽ.എയുടെയും അസിസ്റ്റന്റ് കലക്ടറുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ഉന്നതതല സംഘം വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും പാലക്കയം തട്ടിൽ അവലോകന യോഗം ചേരുകയും ചെയ്തിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളും യാത്രാ സൗകര്യവും മെച്ചപ്പെടുത്തി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും മലയോര ടൂറിസം മേഖല വികസിപ്പിക്കാനുമാണ് ലക്ഷ്യം. പാലക്കയം തട്ടിൽ 3.5 കോടി രൂപയുടെയും പൈതൽമല, കാപ്പിമല മേഖലയിൽ 1 കോടി രൂപയുടെയും മാസ്റ്റർ പ്ലാനാണ് യഥാക്രമം ടൂറിസം വകുപ്പും വനം വകുപ്പും തയ്യാറാക്കി വരുന്നതെന്ന് സജീവ് ജോസഫ് എം.എൽ.എ പറഞ്ഞു. ഇതിനു പുറമെ MP ഫണ്ടും MLA ഫണ്ടും ഉപയോഗപ്പെടുത്തി വിവിധ കേന്ദ്രങ്ങളിൽ പ്രധാന സൗകര്യങ്ങളും ഒരുക്കും. പാലക്കയം തട്ട് ടൂറിസം കേന്ദ്രത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കാഞ്ഞിരക്കൊല്ലിയിലും പൈതൽമലയിലും കാപ്പിമലയിലും വനവകുപ്പിന്റെ പദ്ധതികൾ വേഗത്തിലാക്കാനുള്ള നടപടികളും ആരംഭിച്ചു. മലപ്പറ്റത്തെ മലബാർ റിവർ ക്രൂസ് പദ്ധതി പൂർത്തിയായാൽ ബോട്ടുകളിൽ എത്തുന്നവർക്കും മലയോര കാഴ്ചകൾ ആസ്വദിക്കാനാകും. മലയോര മേഖലകളിലേക്കുള്ള കവാടമായാണ് മലപ്പട്ടം മുനമ്പിനെ കണക്കാക്കുന്നത്. പറശ്ശിനിക്കടവിൽ നിന്ന് തുടങ്ങുന്ന ബോട്ട് യാത്ര മുനമ്പ് കടവിൽ അവസാനിക്കുന്ന രീതിയിലാണ് റിവർ ക്രൂസ് പദ്ധതി നടപ്പാക്കുക.